ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷം? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളതുപോലെ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നല്ല മഴയൊക്കെയല്ലേ എല്ലായിടത്തും. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ്. ഞങ്ങൾ അന്ന് ഡോക്ടറെ അടുത്തൊക്കെ ഹോസ്പിറ്റലിൽ പോകണൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ എണീറ്റിട്ട് ഞാൻ റവ ഒക്കെ വറുത്തിട്ടുണ്ടായിരുന്നു, ഉപ്മാവ് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം പണികളൊക്കെ കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. കാരണം 2 മണിക്കൂർ ഗ്ലൂക്കോസ് പൗഡർ കഴിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് കുടിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞേക്ക് ബ്ലഡ് എടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ മോന് പോണ കാരണം അപ്പോൾ അവനക്കൊക്കെ റെഡിയാക്കി ഒക്കെ സെറ്റാക്കിയതിൻ്റെ ശേഷമാണ് അപ്പോൾ അവിടെ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 75 ഗ്രാമോ എന്താണ്ടാണ് കഴിക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ അതിൽ 25 ഗ്രാം എക്സ്ട്രാ ഉണ്ട്, ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ മുത്തത് മുഴുവനായിട്ട് കലക്കി. അപ്പോൾ ഞാൻ നല്ല മധുരം കേട്ടോ, എനിക്ക് അത്ര മധുരം കുടിക്കാനും വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാനിന്ന് 3/4 ഭാഗം കുടിച്ചിട്ട് കുറച്ച് മുത്തിനോട് കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ നല്ല മധുരം പറഞ്ഞിട്ട് ആളതിൽ വെള്ളം ഒഴിച്ചിട്ട് കുടിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ഉപ്പുമാവ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ അതിൽ കോഴിമുട്ട ചേർക്കണം പറഞ്ഞിട്ട് മുത്തിൻ്റെ വകയാണ് കോഴിമുട്ട എക്സ്ട്രാ ചേർക്കൽ. ഞാൻ ഉണ്ടാക്കലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ ഇടാറുണ്ട്. ഇതിപ്പോൾ ഉരുളൻകിഴങ്ങ് മാത്രമേ ഉള്ളൂ, ഇവിടെ ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉരുളൻകിഴങ്ങ് മാത്രം ഇട്ടിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ വെജീസൊക്കെ ഇതിലിടുമ്പോൾ. എനിക്കല്ലെങ്കിലും പുട്ട് ഉപ്പുമാവ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ റവയുടെ ഉപ്പുമാവിനേക്കാൾ എനിക്കിഷ്ടം മറ്റേ സേമിയ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. വെജീസ് ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് ഉപ്പുമാവിനൊക്കെ. പിന്നെ അങ്ങനെ ഞാൻ ഇങ്ങനെയാട്ടോ ഉണ്ടാക്കുക. ചിലവർ റവ തന്നെ അതിലിട്ടിട്ട് അതിൽ വെള്ളം ഒഴിക്കുന്നവരുണ്ട്. എനിക്ക് അങ്ങനെ അറിയില്ല. ആ ഒരു റവ ഇട്ട് എത്രത്തോളം ക്വാണ്ടിറ്റി നമുക്കൊരു ശീലം ഉണ്ടാവില്ലേ, പിന്നെ അതിലിങ്ങനെ എത്ര വെള്ളം ഒഴിക്കണം അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നമുക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചാൽ എനിക്കറിയാം ഇത്രത്തോളം വെള്ളം വേണം, അതായത് അത്രയും ഉപ്മാവ് വേണം എന്നുള്ള എനിക്കൊരു ഐഡിയ ഉണ്ടാവും. ഞാൻ അളക്കൊന്നുമില്ല. നമുക്ക് ചട്ടിയിൽ ഒഴിക്കുമ്പോൾ എത്ര ഉള്ളതിനനുസരിച്ച് എനിക്ക് ആ വെള്ളം ഒഴിച്ചാൽ എനിക്ക് മനസ്സിലാവും. കുറച്ചാളാണെങ്കിൽ ഇത്ര വെള്ളം മതി, അവരാണെങ്കിൽ ഇത്ര വെള്ളം മതി. ഞാൻ ചട്ടിയിലത്തെ ഒരു ഹൈറ്റ് ഇത് നോക്കിയിട്ടാട്ടോ വെള്ളം ഞാൻ കണക്കാക്കുക. എന്നിട്ട് അതിന് ശേഷം റവ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഒരു ചെറുതായിട്ടൊരു മുഴുവനായി എന്ന് കണ്ടാൽ ഞാൻ വേഗം നിർത്തിയിട്ട് പിന്നെ അവിടെ അങ്ങനെ ഇളക്കി കൊടുക്കുക. കാരണം പിന്നെ വേവാനുള്ള വെള്ളം കൂടി വേണമല്ലോ. അപ്പോൾ അതിന് തേങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് തേങ്ങ കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ മുത്തുന്ന തേങ്ങ ഒക്കെ ആക്കി വെക്കുന്നത്. അപ്പോൾ മോനൊക്കെ പോയതിൻ്റെ ശേഷം കേട്ടോ ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ച്. അപ്പം മുത്തും കഴിച്ചില്ല, കാരണം ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മുത്തും കഴിക്കില്ല, നമുക്ക് വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഒക്കെ കൊടുത്തു കേട്ടോ. എന്നിട്ട് വരുമ്പോൾ സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ അവിടെ തന്നെ ഇപ്പോൾ അടുത്ത് തന്നെ പെരുമ്പ്ലാവ് തന്നെയാണ്. അപ്പോൾ പിന്നെ സാധാ തുണിയൊക്കെ എടുത്തിട്ട് കേട്ടോ മുത്ത് വന്നതൊക്കെ. അധികം ദൂരമൊന്നുമില്ല, പിന്നെ കാറിലല്ലേ പോകണം. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ പോയി. അപ്പോൾ ഞങ്ങൾ 2-3 സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വാങ്ങാമല്ലോ, പിന്നെ വീണ്ടും വരണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും കൂടെ മേടിച്ചിട്ട് വന്നു കേട്ടോ. അല്ലെങ്കിൽ ഇടയ്ക്ക് ഞങ്ങൾ പോകുമ്പോൾ എപ്പോഴും ഞങ്ങൾ ആ സൂപ്പർ മാർക്കറ്റിലാണ് കയറില്ല. പണ്ട് ഒരു ലിവ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനും പോയി വന്ന് നോക്കുമ്പോൾ കാണില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തൊരു കേരള സ്റ്റഫ് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിലാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് കയറുന്നത്. അപ്പോൾ ഇത് വീട്ടിൽ വന്നപ്പോൾ ഉപ്പുമാവും തേങ്ങ ഒക്കെ കൂട്ടി കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. കറി ഒഴിക്കുന്നതിനാലും ടേസ്റ്റ് ഉണ്ട് ഉപ്പുമാവും തേങ്ങ ഒക്കെ കൂട്ടി കഴിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും കോമ്പോ അങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു അന്ന്. പിന്നെ ഞങ്ങൾ ചെടി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊടുന്നു. ഇവിടെ ഒരുപാട് ചെടി ഉണ്ടായിരുന്നു. എൻ്റെ കുറേ മുന്നത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും അത്രയും ചെടികൾ പ്രാന്തായിരുന്നു. നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ പറയും ആ ചെടിയുള്ള വീടല്ലേ എന്നറിയവർ, നമ്മളെന്നെ ഓരോ അടയാളം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും ചെടികളായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോകുമ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ട് പോയി. പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ചട്ടികളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ മേലെ അടിച്ച് വൃത്തിയാക്കിയ അതാട്ടോ. അത് നല്ല വളമാണ് ചെടിക്കൊക്കെ കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒക്കെ റെഡിയാക്കിയിട്ട് ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിങ്ങനെ കുഞ്ഞി നിന്നിട്ട് അങ്ങനെ ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ മുത്ത് നന്നായി ഹെൽപ്പ് ചെയ്യുന്നു. മുത്തന്നിട്ടൊരു ഇതൊക്കെ ആക്കി തരുന്നത്. പിന്നെ അറിയാത്തത് ഇനി അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ അവിടുന്ന് ചെടി അപ്പുറത്തെ വീട്ടിൽ നിന്ന് മുറിച്ചിരുന്നു. അപ്പോൾ അതിങ്ങനെ എല്ലാ ചട്ടിയിലിങ്ങനെ കുറേശ്ശെ വെച്ചിട്ട് മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ.
അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ മണ്ണിട്ടില്ല അതുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ മണ്ണൊക്കെ താന്നാണ്ട് പോയിട്ട് മണ്ണുണ്ടാവില്ല. അപ്പോൾ നേരെ അടിയിൽ വെച്ച് കൊടുത്തിട്ട് വേണം അതിൻ്റെ മുകളിൽ കൂടി ഒന്നും കൂടി മണ്ണിട്ട് കൊടുക്കാനായിട്ട്. അപ്പോഴേ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് സെറ്റായിട്ടിരിക്കുള്ളൂ. അപ്പം അങ്ങനെ അതൊക്കെ നിറച്ച് വെച്ചിട്ട് ഇത് ഞാനിവിടെ ചെടി അകത്ത് സ്റ്റെപ്പ് വെക്കാനാട്ടോ. അപ്പോൾ അതിന് ഇലമേലൊക്കെ കച്ചറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ തിരുമണ കല്ലുമ്പോൾ കൊണ്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് ഒക്കെ വൃത്തിയാക്കുക കേട്ടോ. പിന്നെ ഞാൻ ചെറിയ 2-3 ഇലകൾ എനിക്കിങ്ങനെ ടേബിളിൽ വെക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടം. ടേബിളിലൊക്കെ അകത്തൊക്കെ ചെടി വെക്കാനായിട്ട് പണ്ട് ഞാൻ അവിടെ അകത്തൊക്കെ കുറേ ചെടി വെക്കുമായിരുന്നു. ഇപ്പോൾ അതിനൊന്നും ചെയ്യാൻ വയ്യ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ വെച്ചിട്ട് എത്ര ദിവസം ശരിക്കും എന്തായാലും ഒരു 10-20 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെയാണ് അതിൻ്റെ ഇല തണ്ട് ഇങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ എന്നാലും 20 ദിവസമൊക്കെ ആകുമ്പോൾ ഒരു നല്ല ഭംഗിയല്ലേ അകത്തൊക്കെ ഇങ്ങനെ ഒരു ചെടി എടുക്കാനായിട്ട് കാണുമ്പോൾ. അപ്പോൾ ഞാനങ്ങനെ അത് കുപ്പിയിലാക്കിയിട്ട് വെച്ചാണ് കേട്ടോ. അപ്പോൾ അതിൽ അവിടുന്ന് വെള്ളം നിറച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ചെടിപ്രാന്ത് ഇന്ന പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലെന്ന് പറയട്ടെ. ഓരോരുത്തർ വീഡിയോ നല്ലോണം ചെടി കാണുമ്പോഴേക്കും ഇങ്ങനെ കൊതിയാവും അതുപോലെയൊക്കെ വെക്കണം. അതുപോലെയൊക്കെ കുറേയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പറ്റുന്നില്ല, അതുപോലെ വെക്കാനും എടുക്കാനൊന്നായിട്ട് പറ്റുന്നില്ല. നമ്മൾ പറ്റുന്ന പോലെ ചെറുതായിട്ടൊക്കെ വെക്കുന്നുട്ടാ. അപ്പോൾ എന്നിട്ട് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് വീണ്ടും ചെടിയൊക്കെ വെച്ച് തുടങ്ങിയോ നിൽക്കുന്നു. അത്രയും ഇതായിരുന്നു ഇവിടെ, അത്രയും ചെടികളായിരുന്നു ഇവിടെ. താഴെയും മുകളിലും ഹാങ്ങിങ്ങും ഒക്കെ ആയിട്ട് അകത്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പം ഞാൻ ചിലപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് കാണും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതേ ഇവിടെ ഇത് വാഴ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തു വന്നതാണേ. നമുക്ക് വാഴ മുറിക്കാം. വാഴ മുറിക്കാൻ വന്നാണേ. എനിക്ക് അറിയണെന്തിനാ ചെറിയ കൊല അതൊന്നും അത് ഒന്നിനും പറ്റില്ല കൊല. അതായിപ്പോയി. പക്ഷെ അത് അടി മണ്ണില്ലാണ്ടാവുന്നത്. ഇതിൻ്റെ കാറ്റും നല്ല വീശിയില്ലേ. മാണി നമുക്ക് നാളെ ഉപ്പേരിയൊക്കെ അവിടെ വെച്ചു ഇതുണ്ട് മാച്ച. ചെറിയ കൊലയായിപ്പോ സങ്കടമായി കാണാം. അത് അല്ല അതേ പറഞ്ഞാൽ അവർക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവും. ഓഫ് പാവായിപ്പോയി. അത് കഴിക്കും തോന്നുന്നുണ്ട് ഉപ്പേരി വെച്ചാലോ. പക്ഷെ ഇല്ല അതും ഒന്നും കൂടി ആവണില്ല. കുറച്ചുകൂടി അടിക്ക് വെട്ടിക്കും. അതിന് ഇവിടെ വെട്ടിയാൽ മതി. ഇല എടുത്ത് വെച്ചാൽ നമുക്ക് അട ഉണ്ടാക്കാം. നാളെ രാവിലെ അല്ലേ. കാല് നോക്കിട്ടാ. കാല് തട്ടിക്കല്ലേ. പേടിയാവൊക്കെ വെട്ടുമ്പോൾ. ഞാൻ വെട്ടുമ്പോൾ കുഴപ്പമില്ല, വേറെ ആരും വെട്ടുകയാണ് നമുക്ക് പേടിയാവും. കറ തെറിക്കൂട്ടാ തുണിയിലേക്കൊക്കെ. ഇതൊന്നും നമ്മൾ അങ്ങനെ കൂടുതലും കുഴിച്ചിരുന്നാലല്ലോ അങ്ങനെ കട ഉടനെ വന്നാൽ അങ്ങനെയുണ്ട് വരും. ചിലത് മാത്രമേ കുഴിച്ചിരുന്നുള്ളൂ. അതാണ് തീരെ അതില്ലാത്തത്, മണ്ണില്ലാത്ത അതിൻ്റെ അടിയിൽ. എന്താ രസം. അങ്ങനെ അതിലുണ്ടാവും കട. മറ്റേ ഇന്നലെ വെട്ടിയില്ലല്ലോ, പകുതിയിലെ വെട്ടി. അത് അതാ ഫുള്ള് നൂല് ട്യൂബ് ഈ നിലത്തൂത്തല്ലേ.
ഞാൻ തേങ്ങ നേരത്തെ വറുത്ത് വെച്ചിട്ടാട്ടോ സാമ്പാറിന് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പം അതപ്പോൾ ഞങ്ങൾ ഉണ്ണിത്തണ്ടൊക്കെ വെട്ടാൻ പോയി. അപ്പം എന്തായാലും കറണ്ട് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ 1 മണി 1:30 വരെ വെയിറ്റ് ചെയ്തിട്ടും കാണണ്ടായപ്പോൾ ഇവിടെ വിശക്കൽ തുടങ്ങി. അപ്പം ഞാൻ എന്താ വെച്ചാൽ അരക്കാണ് വിചാരിച്ചു. ഞാൻ തീരെ അരക്കലുണ്ടോ, കുറേ കാലമായിട്ടുണ്ടാവും അരച്ചിട്ടൊക്കെ. തേങ്ങ ഒന്നും അരക്കാറില്ല, പണ്ടൊക്കെ അരച്ചിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആണെങ്കിൽ എനിക്ക് അരക്കാനും ബുദ്ധിമുട്ടുണ്ടല്ലോ, എന്നാലും കുറച്ച് അരച്ച് വെക്കാമെന്ന് മുത്ത് പറഞ്ഞ് ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു വന്നാട്ടോ. പക്ഷേ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടെന്നല്ല, ഞങ്ങളിങ്ങനെ കുറച്ച് നേരം നിൽക്കും, കുറച്ച് നേരം റെസ്റ്റ് എടുക്കും, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് നേരം അരച്ചിട്ട് പോകും. അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും അൽഹംദുലില്ലാ അരച്ച് കഴിഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അമ്മ അരച്ചൊരു കറിക്ക്. അങ്ങനെ അരച്ചെടുക്കലൊക്കെ ആയിട്ട് 2 പ്രാവശ്യം അങ്ങോട്ട് ഇതാക്കിയിട്ട് അരച്ചപ്പോൾ തന്നെ നന്നായി അരഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ മുത്ത ഇതൊക്കെ എടുക്കലാണ്. അപ്പോൾ മുത്തും പറഞ്ഞ് കുറേ കാലമായില്ല നമ്മൾ അമ്മ അരച്ച കറിയൊക്കെ കൂട്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഇട്ടാ കറിക്ക്. അത് പണ്ടുള്ളവർ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമ്മൊക്കെ അരച്ചിട്ടും ആട്ടുകളിൽ ആട്ടിയിട്ടൊക്കെയാണ്. നമ്മളിപ്പോൾ ഈ മിക്സിങ് കാര്യങ്ങളും വന്നതിൻ്റെ ശേഷം ഇതൊന്നും എടുക്കലൊന്നുമില്ലല്ലോ. ഞാൻ എന്നിട്ട് പറയും അരക്കുമ്പോൾ ഞാൻ പറയും മിക്സിയൊക്കെ എത്ര ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ, ഇത് അരിഞ്ഞ് കിട്ടണ്ടേന്ന്. കാരണം നമ്മൾ അത്രയും നേരം അങ്ങനെ കഷ്ടപ്പെട്ട് അരക്കണല്ലേ. പിന്നെ നല്ല വറുത്തിട്ട് ഇങ്ങനെ നല്ല മുരിച്ചിലുള്ളത് കൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ, വേഗം ഉണ്ട് അരിഞ്ഞ് കിട്ടി. അല്ലെങ്കിൽ പച്ചത്തേങ്ങയൊക്കെ ആകുമ്പോൾ കുറേ ഒരു വഴുക്കൽ പോലെയായിട്ട് കുറേ സമയം എടുക്കും തോന്നുന്നുണ്ട് അരയാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇതേ അരക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സാമ്പാർ കെട്ടിക്ക് വെച്ചിട്ട് കറി ഇതാക്കി കേട്ടോ. പിന്നെ ഞാൻ അത് കറി വെക്കുന്നതൊന്നും എടുത്തില്ല, കാരണം അതൊക്കെ ഓൾറെഡിയൊക്കെ ഞാൻ മുന്നൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ എന്ന് കരുതി. അപ്പോൾ അങ്ങനെ അതൊക്കെ മിക്സ് ആക്കിയിട്ട് കറി അരക്കലും പിന്നെ ഉപ്പേരിണ്ടാക്കലും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ അതൊന്നും ഞാനതിൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. വെറുതെ ഇത് അരക്കുന്നതിൻ്റെ ഒരു കൗതുകം ഇതും കണ്ടപ്പോൾ ഒന്നും എടുത്തെന്നുള്ളൂ കേട്ടോ. പിന്നെ ചോറിനുള്ളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നല്ല മഴയായിട്ടോ. നല്ല മഴ വെച്ചാൽ കോരിച്ചെരിഞ്ഞ മഴ. അപ്പം ഞാൻ ഇന്നാൾ ലൈവിൽ പറഞ്ഞിട്ടാണ് ഞങ്ങൾ മഴ വരുമ്പോൾ ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വെള്ളം പോകും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇവിടെ നന്നായിട്ട് വെള്ളം ഒലിച്ച് പോകും കേട്ടോ. കാരണം ഞങ്ങളെ വീടിങ്ങനെ ഇറക്കെടുത്തേക്കാൻ റോഡ് ഒരു കറക്റ്റ് നിരപ്പിലുള്ള ആ ഒരു ഇതിൽ തന്നെ കേട്ടോ ഞങ്ങളെ വീടും. അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ വീടിൻ്റെ ഒന്ന് ബാക്ക് ഇങ്ങനെ ഈ വഴി പോകണല്ലോ, ഈ വഴി പോണതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറ്റം, ഭയങ്കര കയറ്റം പോലെയാണ്. അപ്പോൾ ആ ഹൈറ്റിൽ ഞങ്ങൾ കുന്നത്ത് എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ കുന്നൊക്കെ ഉണ്ട്, ശരിക്കും ഒരു നല്ലൊരു ഫോറസ്റ്റ്, ചെറിയൊരു ഫോറസ്റ്റൊക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ കാണാൻ. ഇപ്പോൾ മഴ ഒന്നായ കാരണം കൊണ്ട് പോകാൻ പറ്റില്ല, വഴുക്കലൊക്കെ ആയിരിക്കും, കുറേ കോറയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷേ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നിർത്തുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ആ ഹൈറ്റിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതെല്ലാം വെള്ളം ഇങ്ങോട്ടാണ് വരും. നല്ല രസമാണ്. ഇതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് ഞങ്ങളെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിട്ട് അപ്പുറത്ത് കട വീടുണ്ട്. അത് ശരിക്കും ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഒരു ഇതുണ്ട്, ശരിക്കും ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെയാണ്. നല്ല മഴയുള്ളപ്പോൾ കാണാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തുന്നുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ ചായ ഉണ്ടാക്കാമെന്ന് കരുതിയപ്പോൾ നല്ല മഴയല്ല, മൂത്താറിന് നമുക്ക് അവൽ കുഴക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് തേങ്ങ ചിരകിയിട്ട് അവലും ശർക്കരയും കൂടിയിട്ട് മിക്സാക്കിയിട്ട് ചായ കുടിക്കാൻ നിൽക്കുക കേട്ടോ. മഴക്കാലത്തൊക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് നൊസ്റ്റാൾജി ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ, ചെറിയ വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ കാണുമെന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരോടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.